അത് നമ്മൾ അലോ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഇത് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കുഞ്ഞൊരു 1-2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഒരു വലിയ പ്രശ്നമൊന്നുമല്ല ഇത്. ഹേ മൈ സൺഷൈൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, ഐ എം ശ്രീലു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഡീൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും അവർക്ക്. എന്താണെന്നല്ലേ, നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇടയ്ക്ക് നമുക്ക് തോന്നാണ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ കാൺ ഡു ദിസ്, ഓർ ഐ എം എ ബിഗ് ഫെയിലിയർ, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനായിട്ട് അലോ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ലൈഫ് ആക്ച്വലി ഒരു ഫെയിലിയറിലേക്ക് മാറിപ്പോവും അല്ലേ. അത് നമ്മൾ അലോ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഇങ്ങനെ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ ടു ഗെറ്റ് കംഫി ആൻഡ് വാച്ച് ദ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ വീഡിയോനെ ഞാൻ 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യാം ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സെക്ഷനിലേക്ക് വീണ്ടും വന്ന് അത് റീവാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാമല്ലോ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾ എന്താന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവായിട്ട് മാറ്റണം. ബട്ട് ആദ്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്താണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന്. അപ്പൊ എന്താണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്? അതായത് നമ്മൾ തന്നെ നമ്മളുടെ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്സ് ആവാം. യാതൊരു ട്രൂത്തും ഇല്ല, യാതൊരു എവിഡൻസും ഇല്ലാതെ നമ്മൾ വളരെ ഹാർഷ്ലി നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക. ആൻഡ് നമുക്ക് വരുന്ന സക്സസ് ഓർ നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ വിചാരിക്കുകയാണ് വി ഡോണ്ട് ഡിസേർവ് ദിസ്. അങ്ങനെയുള്ളൊരു ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും തലയിലുള്ളിൽ ഒരു കുഞ്ഞു വോയിസ് ഉണ്ടാവും. അതിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും യു ആർ എ ഫെയിലിയർ, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നീ ഒരു വലിയ ദുരന്താണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കുഞ്ഞു വോയിസ് ഉണ്ടാവും അല്ലേ. അതാണ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാലേ എല്ലാവരുടെ തലയ്ക്കകത്ത് ഈ ഒരു വോയിസ് ഉണ്ട്. ആൻഡ് അത് പറയുന്ന കാര്യങ്ങൾ ട്രൂത്തും ആവില്ല. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല ഇത്. എല്ലാ ഹ്യൂമൻസിലും ഉള്ളൊരു സംഭവം തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. അതായത് ഇപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം. ആൻഡ് ഹാബിറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ, അതെങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സെക്ഷൻ 2ലേക്ക് കടക്കാം. അതായത് കോമൺ ടൈപ്സ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. എങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് സെൽഫ് ടോക്സ് നമ്മുടെ മൈൻഡിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓക്കെ, ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ജോബിൽ ഈ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ഐ എം എ ബിഗ് ഫെയിലിയർ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതായത് നമ്മൾ ഓരോ കാര്യത്തിലും എക്സ്ട്രീംസ് വിചാരിക്കുന്നു. അതായത് ഈ ജോബിൽ ഒരു പ്രൊമോഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻഡ് അല്ലേ. നമുക്ക് നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനേജറിനോട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ ഒരു പ്രൊമോഷൻ കിട്ടിയില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ തന്നെ നിങ്ങൾ ആകെ ഡെസ്പായി. യു ജസ്റ്റ് തോട്ട് ഓക്കെ ഐ എം എ കംപ്ലീറ്റ് ഫെയിലിയർ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതായത് എക്സ്ട്രീംസിന് ഇങ്ങനെ ചിന്തിക്കുന്ന ഇതാണ് ഈ ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്നത്. പോയിന്റ് ആണ് ഓവർ ജനറലൈസേഷൻ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഒരു കുഞ്ഞു കാര്യത്തിന് നമ്മൾ മനസ്സിലിട്ട് ഊതി പെരുപ്പിച്ച് വലുതാക്കി എന്നുള്ളത്, അതെന്നെയാണിത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, നമുക്കത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ജോബിൽ. ബട്ട് അത് കിട്ടിയില്ല, നമ്മുടെ മാനേജർ അത് വേറൊരാൾക്ക് കൊടുത്തു. അപ്പം നമ്മൾ ആലോചിക്കുകയാണ് ഓക്കെ മൈ മാനേജർ തിങ്സ് ഐ എം എ ഫെയിലിയർ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല എന്നാണ് മാനേജർ വിചാരിക്കണമെന്നായിരിക്കും നമ്മളങ്ങനെ ആലോചിച്ച് ആകെ സാഡായി അങ്ങനെ നമ്മൾ പോണു. ബട്ട് മേ ബി ഇൻ റിയാലിറ്റി നിങ്ങളുടെ മാനേജർ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് യു ഡിസേർവ് മച്ച് മോർ ദാൻ ദാറ്റ്. അതായിരിക്കാം ചിലപ്പോൾ കേസ്. ബട്ട് നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവ് ലൈറ്റിൽ ആ ഒരു ഇൻസിഡന്റിനെ കാണാതെ ആ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ വലുതാക്കി അവിടെ സാഡ് ആവാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഓവർ ജനറലൈസേഷൻ. ഇനി തേർഡ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് മൈൻഡ് റീഡിങ്. ഇത് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എനിക്ക് മോസ്റ്റ്ലി ഐ എം ഷുവർ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾക്ക് നമ്മുടെ ഫ്രണ്ടിനോ ഓർ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ടെക്സ്റ്റ് അയച്ചു, എന്നിട്ട് അവരത് അപ്പം തന്നെ കണ്ടു, മേ ബി റിപ്ലൈ ചെയ്തില്ല എന്ന് വെക്കാം.
അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, ഓക്കെ ദേ ഡോണ്ട് ലൈക്ക് മീ, അല്ലെങ്കിൽ ദേ തിങ്ക് ഐ എം ബോറിങ്, ഐ എം എ ലൂസർ, ഐ എം ഗോയിങ് ടു ബി അലോൺ ഫോർ എവർ. അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരും. ആ ഒരു കുഞ്ഞൊരു 1-2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ബട്ട് അവർ വേണമെങ്കിൽ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ട് റിപ്ലൈ തരാൻ മറന്നു പോയതായിരിക്കും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ബോറിംഗ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഒന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മളതൊക്കെ ആലോചിച്ച് കൂട്ടും അല്ലേ. അതാണ് മൈൻഡ് റീഡിങ്. അതായത് നമ്മൾ അസംഷൻസ് ഉണ്ടാക്കുക, ഇതായിരിക്കും റീസൺ എന്ന് പറഞ്ഞിട്ട്, ഇത് നടക്കാനുള്ള റീസൺ ഇതായിരിക്കും നമ്മൾ തന്നെ മൈൻഡിൽ ആലോചിച്ചുണ്ടാക്കുക. അപ്പോൾ ഇതാണ് അനദർ ടൈപ്പ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഫോർത്ത് ടൈപ്പ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് കാറ്റസ്ട്രോഫൈസിങ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സിറ്റുവേഷനിലും വേഴ്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാമിന് ഫെയിലായി, അതായത് ഇപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക, ബട്ട് വി ഫെയിൽഡ് ഇൻ 1 സബ്ജക്ട്. അവിടെ നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഞാൻ ഒരു സബ്ജക്റ്റിൽ ഫെയിലായി, ഐ എം എ കംപ്ലീറ്റ് ലൂസർ, ഞാൻ പഠിക്കാനൊന്നും പോടില്ല, എൻ്റെ ലൈഫ് എന്നെ ഇവിടെ എൻഡായി, അങ്ങനെ വിചാരിക്കുകയാണെന്ന് വെക്കാം. അല്ല, വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യാണ് ആൻഡ് നിങ്ങൾ ക്ലയൻറ്റിന് ഒരു മെയിൽ അയച്ചു ആൻഡ് അതിലൊരു ടൈപ്പ് പറ്റി. മേ ബി ക്ലയന്റ് അത് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, അതൊരു ചെറിയ ടൈപ്പ് ആയിരുന്നു. ബട്ട് നിങ്ങൾ അപ്പോഴേക്കും ആലോചിച്ചുണ്ടാക്കി, ഓക്കെ ഈ ഒരു ടൈപ്പ് കാരണം ഓഫീസിൽ എല്ലാവരും ഗോയിങ് ടു തിങ്ക് യു ആർ സ്റ്റുപ്പിഡ് ആൻഡ് നിങ്ങൾക്ക് ഇനി വർക്ക് ഒന്നും തരാൻ പോകില്ല, യു ഷുഡ് റിസൈൻ, നിങ്ങളുടെ കരിയർ തന്നെ ഇവിടെ എൻഡായി. അങ്ങനെ വേഴ്സ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ആക്ഷൻസിന്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ നെഗറ്റീവ് സെൽഫ് ടോക്കിന്റെ. ബട്ട് ഐ എം ഷുവർ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മൈൻഡിൽ ഇങ്ങനത്തെ സെൽഫ് ടോക്സ് വരുമ്പോൾ തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഐ എം ഹാവിങ് എ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് നമ്മളപ്പോൾ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. ബേസിക്കലി ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് അവർ മൈൻഡ് ട്രൈസ് ടു പ്രൊട്ടക്ട് അസ്. അതായത് നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ വേഴ്സ് പോസിബിൾ ഔട്ട്കം ഒക്കെ ആദ്യമേ നമ്മളെ കാണിച്ചാൽ മേ ബി വി ആർ പ്രിപ്പയർഡ്, ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും നമ്മൾ, എന്തായാലും അതിലും കുറവല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഇതുകൊണ്ട് നമ്മുടെ മൈൻഡ് തന്നെ ചെറിയൊരു ട്രിക്ക് ചെയ്യണതാണ് ഈ ഒരു മേ ബി സംടൈംസ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്സ് കൊണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത് കാരണം ഡെസ്പായി അവിടെ ഒരു എൻ്റെ ലൈഫ് എന്തായെന്ന് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി. ഇനി അപ്പൊ നമുക്ക് സെക്ഷൻ 3ക്ക് കിടക്കാം അല്ലെ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. എങ്ങനെയാണ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ നമ്മൾ ഡീൽ ചെയ്യുക, ഓർ നെഗറ്റീവ് സെൽഫ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും അല്ലേ. അതിന്റെ ആൻസർ ആണ് റീഫ്രെയിമിങ്. അപ്പോൾ റീഫ്രെയിമിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു നെഗറ്റീവ് തോട്ടിനെ എടുക്കുന്നു ആൻഡ് വിൽ ചേഞ്ച് ഇറ്റ് ടു സംതിങ് പോസിറ്റീവ്. ആ ഒരു നെഗറ്റീവ് തോട്ടിനെ നമ്മൾ സംതിങ് പോസിറ്റീവായിട്ട് ചേഞ്ച് ആക്കുന്നു. അതാണ് ഈ റീഫ്രെയിമിങ്. അപ്പോൾ നമ്മൾ ഈ സെയിം ഒബ്ജക്റ്റിനെ തന്നെ ഡിഫറെന്റ് ലെൻസിൽ കൂടെ നോക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടില്ലേ തോന്നാം. നമ്മൾ പറയില്ലേ പേഴ്സ്പെക്റ്റീവ് എന്നൊക്കെ, അതാണ് നമ്മളോട് ചെയ്യണേ. അതായത് സെയിം സിറ്റുവേഷനെ ഓർ സെയിം തോട്ടിനെ നമ്മൾ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ കൂടെ നോക്കിക്കാണും. അപ്പൊ അത് നമുക്ക് വി ക്യാൻ ടേൺ സംതിങ് നെഗറ്റീവ് ഇൻ ടു പോസിറ്റീവ്. റീഫ്രെയിമിംഗ് മെത്തേഡിന്റെ എക്സാമ്പിൾ ഞാൻ 2 ക്യാരക്ടേഴ്സ് വെച്ച് പറഞ്ഞു തന്നാലോ. നമുക്ക് 2 ക്യാരക്ടേഴ്സിന് എടുക്കാം, അമൃതയും വർഷയും. അമൃതയ്ക്കും വർഷയ്ക്കും ഈക്വൽ കേപ്പബിലിറ്റീസ് ആണ്. 2 പേരും വർക്കിൽ നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരാണ്. ബട്ട് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അമൃത ലെറ്റ്സ് ദീസ് നെഗറ്റീവ് തോട്ട്സ് എഫക്ട് ഹെർ, ബട്ട് വർഷയ്ക്കാണെങ്കിലോ ഷീ നോസ് ഹൗ ടു ഡീൽ വിത്ത് ദം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഇവർ 2 പേർക്കും കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആൻഡ് ഇവർ 2 പേരും അതിൽ ഫെയിലായി. അപ്പൊ അമൃത എങ്ങനെയാണ് തിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഷീ വിൽ തിങ്ക് ഓക്കെ ഐ ഫെയിൽ ദിസ് ടാസ്ക്, നൗ ഐ എം എ ബിഗ് ഫെയിലിയർ. അങ്ങനെയാണ് അവൾ ചിന്തിക്കുക. ബട്ട് ഇൻ കേസ് വർഷ അവൾ എങ്ങനെയാണ് അവിടെ ചിന്തിക്കാന്ന് വെച്ചാൽ ഓക്കെ ഐ ഫെയിൽ ദിസ് ടാസ്ക് ബട്ട് ഇറ്റ് ഇസ് ഫൈൻ, ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്, ഐ ക്യാൻ സ്റ്റിൽ ഇംപ്രൂവ്. അങ്ങനെയാണ് അവൾ അതിനൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ മനസ്സിലായോ 2 പേരുടെയും തമ്മിലുള്ള ഡിഫറൻസ്. അമൃത എന്താ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അവളുടെ എൻ്റയർ ലൈഫിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് അലോ ചെയ്തു. ബട്ട് വർഷ ഈ ഒരു ഫെയിലിയറിനെ എക്നോളജ് ചെയ്തു. ഷീ എക്നോളജ് ദാറ്റ് അവൾ ഈ ടാസ്കിൽ ഫെയിലായി, ബട്ട് അവൾ വിചാരിക്കണില്ല അവളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന്. അവൾ അതിനൊരു ജസ്റ്റ് ഒരു ചാപ്റ്റർ ഇൻ ലൈഫ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ, വീണ്ടും ഗ്രോ ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി അമൃതനെയും വർഷേനെയും വെച്ച് പറഞ്ഞുതരാം. ഈ സിറ്റുവേഷനിൽ അമൃതയ്ക്കും വർഷയ്ക്കും ഒരു ന്യൂ ജോബ് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചാലഞ്ചിങ് ആണ് ഇവർ 2 പേർക്കും. അവർക്ക് 2 പേർക്കും കൺസേൺസ് ഉണ്ട് ഇവരെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത്. ഈ സിറ്റുവേഷനിൽ അമൃത എങ്ങനെയാ തിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ ഐ കാൺ ഡൂ ദിസ്, എനിക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയാണ് അമൃത വിചാരിക്കുക.
ബട്ട് വർഷം എന്താണ് ആ സിറ്റുവേഷനിൽ പറയുക? അയാൾ വിചാരിക്കും ഓക്കെ, ഈ ജോബ് കുറച്ച് ചാലഞ്ചിങ് ആണ്, ബട്ട് ഐ ക്യാൻ ഡു ദിസ്. ഞാൻ മുമ്പും ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ഹാവ് ഓവർകം ദോസ്. എന്നെ കൊണ്ട് ഇത് പറ്റും. അങ്ങനെ വിചാരിച്ച അവൾ ആ ജോബിനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പം കണ്ടില്ലേ, ഇവർ രണ്ടുപേരും സെയിം സിറ്റുവേഷനെ എങ്ങനെയാണ് ഡീൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ റീഫ്രെയിമിംഗ് എന്ന് പറയണത്. നമ്മൾ accept ചെയ്യാണ് we are not perfect, we may make mistakes, but even if we fail, it's not the end. We are growing each day with each mistake. അതാണ് ഇവിടത്തെ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഔട്ട്കം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ ചേഞ്ചിങ് ഫ്രം ഐ കാൺ ഡു ദിസ് ടു ഐ ക്യാൻ ഡു ദിസ്. അത്രേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ എത്രത്തോളം ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഈസിയർ ആയിട്ട് വരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് സെൽഫ് ടോക്കിനെ കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. ഇറ്റ്സ് ബൈ ഡോക്ടർ ഷാഡ് ഹെംസ്റ്റെറ്റർ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ഡസൻ കെയർ ഇഫ് സംതിങ് ഇസ് ട്രൂ ഓർ നോട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ സ്പോഞ്ച് പോലെയാണെന്നാണ് ഇതിൽ പറയണത്. ഈ സ്പോഞ്ച് എന്താ, എല്ലാം സോക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ ഡേർട്ടി വാട്ടർ ആണെങ്കിലും നല്ല വാട്ടർ ആണെങ്കിലും ഒക്കെ അത് സോക്ക് ചെയ്തെടുക്കും അല്ലേ? അതുപോലെയാണ് ഇത്രയും നമ്മുടെ ബ്രെയിൻ. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ആണോ പറയണത്, പോസിറ്റീവ് തോട്ട്സ് ആണോ പറയണതെന്നല്ല, നമ്മൾ എന്താണ് കൂടുതൽ നമ്മുടെ ബ്രെയിനോട് റിപ്പീറ്റ് ചെയ്യണത്. അപ്പൊ ബ്രെയിൻ വിചാരിക്കും ഓക്കെ, ഇത് എനിക്ക് കുറേ അധികം ഞാൻ കേൾക്കുന്നുണ്ട്, മേ ബി ഇറ്റ്സ് ട്രൂ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോം. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യണേ. എത്രേ ഇപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു എംബാരസിങ് മൊമെന്റ് ഉണ്ടാവും, അത് നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നും നമ്മുടെ മൈൻഡിൽ പറയാണ് ഓക്കെ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വിചാരിക്കും ഓക്കെ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അങ്ങനെ തന്നെ അത് വിചാരിക്കും. ഈ ബുക്കിൽ പറയുന്ന പോയിന്റ്സിൽ ഒരു കാര്യമാണത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡു റീഡ് ദ ബുക്ക്. ഇനി ഞാനിവിടെ ഒരു ഡിസ്ക്ലൈമർ പറയാണ്, നിങ്ങളിപ്പോ എല്ലാ ദിവസവും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അത് ട്രൂ ആവണമെന്നില്ല കേട്ടോ. നിങ്ങളിപ്പോ പറയാണ് ഓക്കെ ഐ എം എ മില്യണയർ, എന്റെ അക്കൗണ്ടിൽ 100 കോടി പൈസ ഉണ്ട് എന്ന് എല്ലാ ദിവസവും ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 100 കോടി വരാൻ പോണില്ല. ഇത് ഇവിടെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യണത്. അതായത് നമ്മൾ എന്നും പറയാണ് ഐ എം കേപ്പബിൾ ഓഫ് ദിസ്, ഐ എം ലേണിംഗ്, ഐ ആം ഗുഡ് ഇനഫ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു തോട്ട്സ് റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു പോസിറ്റീവ് തോട്ട്സിനനുസരിച്ചല്ലേ നമ്മൾ ആക്ഷൻസ് എടുക്കുക ലൈഫിൽ. അപ്പോൾ അങ്ങനെ ആക്ഷൻസ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ലൈഫിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു തോട്ട്സ് റിയാലിറ്റിക്ക് അവിടെ കൺവേർട്ട് ആവാണ് ചെയ്യുക ഈ ഒരു മെത്തേഡ് വെച്ച്. ഇനി നമുക്ക് സെക്ഷൻ 4ലേക്ക് കിടക്കാല്ലേ. അപ്പോൾ ഈ സെക്ഷനിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് റീഫ്രെയിം ചെയ്യാന്നുള്ളത് 5 സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് ഒരു ദിവസം നമ്മൾ കുറേ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലെ, കുറേ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരും. ബട്ട് വെന്നെവർ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യുക ആൻഡ് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഐ എം തിങ്കിങ് അബൌട്ട് സംതിങ് നെഗറ്റീവ്. ആ ഒരു നെഗറ്റീവ് തോട്ടിനെ ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. ഇനി ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തോട്ട്സിനെ നമ്മൾ ചാലഞ്ച് ചെയ്യണം. അതായത് ഒരു നെഗറ്റീവ് തോട്ട് വന്നല്ലോ നമ്മുടെ മൈൻഡിൽ, അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക ഇസ് ഇറ്റ് ട്രൂ? അതായത് ഈ ഞാൻ വിചാരിക്കുന്ന ഈ സെൽഫ് തോട്ട് സത്യമാണോ, എന്ത് എവിഡൻസ് ആണുള്ളത്? നിങ്ങൾ വിചാരിക്കുകയാണ് ഐ എം എ ഫെയിലിയർ, ബട്ട് വൈ? യു ഷുഡ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ് വൈ ഐ എം തിങ്കിങ് ദാറ്റ്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ടാസ്കിൽ ഫെയിൽ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ വിചാരിക്കണം ഐ എം എ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് ട്രൂ അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വെറുതെ ആലോചിക്കണതാണ്, ഇറ്റ്സ് ജസ്റ്റ് എ നെഗറ്റീവ് തോട്ട്, ഇറ്റ്സ് നോട്ട് ദ റിയാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി തേർഡ് സ്റ്റെപ്പാണ് അഫർമേഷൻസ്. അതായത് നമ്മുടെ മൈൻഡിൽ ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ അതിനെ സംതിങ് പോസിറ്റീവ് വെച്ച് റിപ്ലേസ് ചെയ്യണു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ തിങ്കിങ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അതിന് പകരം നിങ്ങൾ അതിനെ റിപ്ലേസ് ചെയ്യണം ബൈ സേയിങ് ഐ ആം കേപ്പബിൾ ഓഫ് ഓൾ ദ സക്സസ്. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ ഇങ്ങനെ അഫർമേഷൻസ് നിങ്ങൾ പറയുക, നിങ്ങളോട് തന്നെ നിങ്ങളിങ്ങനെ പറയുക. അപ്പോൾ യു വിൽ ഫീൽ പോസിറ്റീവ്, യു വിൽ ഫീൽ മോർ പോസിറ്റീവ്, യു വിൽ ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. അതായത് നിങ്ങൾ ജേർണലിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജേർണലിങ്ങിനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം, എങ്ങനെ ജേർണലിങ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാം എന്നൊക്കെ. നിങ്ങളൊരു ഡയറി എടുക്കുക, അല്ലെങ്കിൽ ഒരു സിമ്പിൾ നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ നോട്ട്ബുക്സ്? അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സ് റൈറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവായിട്ട് റിപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തോട്ട് റൈറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡയറി ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ
ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. ഈ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ എനിക്ക് എൻ്റെ റിയാലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാവും. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. സെൽഫ് കമ്പാഷൻ എന്ന് വെച്ചാലേ നമ്മൾ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ്, എടാ എന്നെ കൊണ്ട് ഒന്നും പറ്റിയില്ല, ഐ എം എ ബിഗ് ഫെയിലിയർ, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെ പറയുകയാണെന്ന്. നിങ്ങളപ്പോൾ അവരോട് എന്താ പറയുക? നിങ്ങൾ പറയോ ആ ശരിയാണ്, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നിനക്ക് ഒരു കഴിവില്ല, അങ്ങനെ പറയോ? ഇല്ലല്ലോ. നമ്മൾ എന്താ പറയാ? അങ്ങനെയല്ല, നിന്നെ കൊണ്ട് ഇതിന് പറ്റും, നീ നല്ല കഴിവുള്ള ഒരാളാണ്, അങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുക. നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മളോടും ചെയ്യേണ്ടത്. നമ്മളെ നല്ലൊരു ഫ്രണ്ടായി ട്രീറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യണം. സ്വയം നമ്മൾ പറയണം ഐ ക്യാൻ, ഐ വിൽ, ഐ ആം കേപ്പബിൾ ഓഫ് ദിസ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും യെസ് ഐ ക്യാൻ എന്ന്. നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് അത് വരും. ബി കൈൻഡ് ടു യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് മാത്രമല്ല കൈൻഡ് ആവേണ്ടത്, നമ്മളോടും കൈൻഡ് ആയിട്ട് വേണം എപ്പോഴും സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് അല്ല, ആൻഡ് ദാറ്റ്സ് ഓക്കെ. നോബഡി ഈസ് പെർഫെക്റ്റ് അല്ലേ? മൈ സ്വീറ്റ് സൺഷൈൻസ്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ, ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂമൻ തിങ്. ബട്ട് അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് ആവാനായിട്ട് നമ്മൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ റീഫ്രെയിമിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, നിങ്ങളെ സക്സസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി കൈൻഡ് ടു യുവർ സെൽഫ്. യു ഷുഡ് അലോ യുവർ സെൽഫ് ടു ഫെയിൽ, മേക്ക് മിസ്റ്റേക്സ്, അതുപോലെ തന്നെ ഗ്രോ ചെയ്യാൻ, ലേൺ ചെയ്യാൻ. ഇതൊക്കെ നമുക്ക് ലൈഫിൽ വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ എം പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് മനസ്സിലാവും, ചേഞ്ചസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. And you will be ready to face the challenges, and you will think you're worthy of every success you're gonna get. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പോസ്റ്റർ സിൻഡ്രോം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ലൈഫിൽ. You will feel worthy, you will feel confident, you will feel happy. But thank you so much for watching this video, and I really hope ഇത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന്. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ ഫാമിലി മെമ്പേഴ്സിനോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് ടു ദം. എത്രത്തോളം ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്നു അത്രത്തോളം നല്ലതല്ല. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്സിൽ ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യും. നിങ്ങളുടെ ലൈഫ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ നോക്കി കാണണമെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ ദ വീഡിയോസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.